ഞായറാഴ്ചയാണ് പർച്ചേസിങ്ങിന് ഇറങ്ങിയത്. പർച്ചേസിങ് അല്ല, ഇളയാടെ ഡ്രസ്സിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലാരിവട്ടത്താണ് നമ്മൾ പറഞ്ഞത്. അപ്പം ടൈം കുറച്ച് ഓവറായി. നമ്മളവിടെ ചെന്ന് ഡിസൈനൊക്കെ ഒന്ന് നോക്കണം. ഏത് മെറ്റീരിയലാണ് വേണ്ടത്, ഏത് കളറാണ് നമുക്ക് വേണ്ടതെന്നൊക്കെ നോക്കണം. അപ്പം അത് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇറങ്ങിയേക്കുവാണ്. ആകെ ചുമയായിട്ട് ആകെ വല്ലാതിരിക്കും. ഹോസ്പിറ്റലിലൊക്കെ പോയി ഉറക്കത്തിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. ബാക്കി ഞാൻ അവിടെ ചെല്ലി കാണിക്കാം. അല്ലേ ഈശോ? ഈശോ ടാറ്റ കൊടുത്തേ. ഇതാണോ ഷോപ്പിന്റെ കാര്യം? ആപ്പിൾ ട്രീ ഇവിടെ തന്നെയല്ലേ? ഇത് ഷോപ്പും ഇതാണ് നമ്മുടെ ഷോപ്പ് കേട്ടോ. ആപ്പിൾ ട്രീ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേജിനെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ വർക്കിന് ചെയ്യുന്നപ്പോൾ അത് വീടും ഷോപ്പും കൂടിയാണെന്ന് തോന്നുന്നു. സോ നമുക്കത് ഷോക്ക് എടുത്ത ശേഷം പക്ഷെ ഈ മോഡല്ല മറ്റേ ഞങ്ങൾ ചെറുതാ, അതിന്റെ ചെറുതല്ല. അത് ഇത്ര ടൈല് കൂടിയേ ചെയ്തിട്ടില്ല. നമ്മള് ഈ വർക്ക് കോട്ട ഡ്രസ് ടൈല് കൂടിയ മോഡലാണ്. അപ്പൊ അതിന്റെ റോംബർ ഏതാ, ഏത് മോഡല് വേണം? ഹലോ, ചേച്ചിയാണ്. അതെന്താന്നറിയോ, മറ്റേ ആ അച്ഛന്റെ പോലത്തെ കോട്ടേ, അതിന്റെ ടൈല് ഇച്ചിരി കൂടുതലുണ്ട്. അപ്പൊ അതിന്റെ ബോർഡർ ലോങ് ടോപ്പിനൊക്കെ എടുക്കുന്ന 22-23 ഇല്ലേ? എടുക്കാറായപ്പോ നമ്മള് സെപ്പറേറ്റ് തയ്ച്ചിട്ടുണ്ട്. ആ കോട്ട് മാത്രം സെപ്പറേറ്റ് റോംബർ തയ്ച്ചിട്ടില്ലേ? അത് തന്നെ കോട്ട്, അത് തന്നെ മതി. അത് റോംബറിന്റെ ഒപ്പമായിരുന്നു നിൽക്കുന്നത്. പക്ഷെ 18 വരുന്നത്. അപ്പൊ ഒരു 23-24 മതിയാവില്ലേ? 24 വാവ ഇറങ്ങി. ഡ്രസ്സ് തയ്ച്ച് അളവെടുത്ത് വാവ ഇറങ്ങിപ്പോയി. അളവെടുത്ത് ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഫ്രൈഡേത്തേക്ക് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം മോഡൽ എന്നാന്ന് അപ്പം നമുക്ക് കാണാം. എങ്ങനെയുണ്ട് ഷോപ്പും കാര്യങ്ങളും ഒക്കെ? പിന്നെ പേയ്മെന്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ അതോ പറ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ? അവസ്ഥ കൊണ്ട് അല്ല, നമ്മളൊരു മോഡല് കാണിച്ചു കൊടുക്കുന്നതാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം ഞാൻ നോക്കിയിട്ട് ആ ഒരു മോഡൽ ചെയ്യുന്നതിന് അത്രയും വരും. ഓൾമോസ്റ്റ് പിന്നെ സാധാ രീതിയിൽ നമ്മൾ ഈശോയ്ക്ക് എടുത്ത മോഡലല്ല നമ്മൾ ചെയ്യുന്നത്, മെറ്റീരിയൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ റേറ്റ് ഞാൻ പറയുന്നില്ല ഇപ്പം. പിന്നെ
ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളോട് മെറ്റീരിയൽസും അതിൻ്റെ കുറച്ച് ലേസൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മളത് തിരക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അതിനും കൂടി ഇറങ്ങണം. കാരണം നമുക്ക് മൺഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റിച്ചിങ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് മുന്നേ കാര്യങ്ങൾ കൊടുത്താലേ പറ്റൂ. ഈശോ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ബഹളമായിരുന്നു. അവിടെ കൊണ്ട് എനിക്ക് ഫുള്ള് വീഡിയോ ഒന്നും അവിടുത്തെ അങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും. ഇളയാളെപ്പോഴും ഉറക്കമാണ്. കോട്ട് ഗ്രീൻ കളറൊന്നും ഇല്ലല്ലോ. ഇത് ഈ കളക്ഷൻ ഉള്ളോ? 2 വയസ്സിൻ്റെത് കോട്ടാണ്. എന്താണ് പരിപാടി? ഇത് ഓർഡർ എന്നോട് പറയണോ? ഇതിന് ഓർഡർ